കാശടച്ചോ? ആ, അടച്ചു. എവിടെയാ അടച്ചത്? ബാങ്കിലോ അതോ ഫോറസ്റ്റ് ഓഫീസിലോ? നുണ പറയാനും പഠിച്ചല്ലേ? പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? എന്റെ കൂടപ്പിറപ്പായി പോയില്ലേ? കൂടപ്പിറപ്പ് ഏത് നേരം പെങ്ങളെയും കുടുംബത്തെയും കുറിച്ച് പറയാനേ നേരമുള്ളൂ. പെങ്ങളെ സ്നേഹിച്ചോ, സഹായിച്ചോ? വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് സ്നേഹമല്ല, ഭ്രാന്താ. കഷ്ടപ്പാട് സങ്കടമൊക്കെ നിങ്ങളുടെ പെങ്ങൾക്ക് മാത്രമല്ല, ബാക്കിയുള്ളവർക്കും ഉണ്ട്. അവക്കൊരു ആപത്ത് വരുമ്പോ പിന്നെ ഞാൻ എന്നാ ചെയ്യണമെന്നാ നീ പറയുന്നത്? എന്ത് ആപത്ത്? അവരെല്ലാം അപകടത്തിൽപ്പെട്ടോ? അതുപോലെ രോഗം വന്ന ആശുപത്രിയിലായോ? സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും കയറ്റിയ വണ്ടിയിൽ കള്ളും കഞ്ചാവും കടത്തുന്ന ഒരുത്തനെ കുടുംബത്തെ കയറ്റുമ്പോ ആലോചിക്കണായിരുന്നു. ഇല്ലെങ്കിൽ തന്നെ ഇവിടെ ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് എന്നാ കാര്യം? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. തെറ്റുപറ്റിയത് എനിക്കാ. എന്റെ വയ്യായിക്ക് എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ എനിക്കൊരു ജീവിതം തന്നപ്പോ ഞാൻ നിങ്ങളുടെ ജീവിതമല്ലേ സ്നേഹിച്ചു പോയി. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, രോഗമുള്ള നിശ്ചയം കെട്ടിയത് സ്നേഹം കൊണ്ടൊന്നുമല്ല. നീ വെറുതെ ഇല്ലാവചനം പറയല്ലേ? വായി നീ വീണ പിന്നെ എടുക്കാൻ ഒക്കല്ല. എന്താ പറഞ്ഞാല് നിങ്ങൾക്ക് രോഗം മുതലെടുത്തു. എനിക്കെന്റെ കൊച്ചും കുടുംബജീവിതമൊക്കെ ഇച്ചാന്റെ ഔദാര്യമാണല്ലോ. അപ്പൊ പിന്നെ എന്തും ചെയ്യാം. എന്ത് ചെയ്താലും ഞാനൊരു അടിമയെ പോലെ ഇവിടെ ജീവിച്ചോളെന്ന് ഇച്ചാൻ അറിയാം. അതുകൊണ്ടല്ലേ ഉള്ള സ്വത്ത് മൊത്തം പെങ്ങൾക്ക് കൊടുത്തത്. ഉള്ള വീടും പറമ്പും അളിയെ രക്ഷിക്കാൻ ബാങ്കിന് കൊടുത്തു. വന്നവരും പോകുന്നവരും ഓരോ സഹായം ചോദിച്ച് കൈ നീട്ടുമ്പോ കയ്യിലുള്ളവർക്ക് നാട്ടുകാർക്കും കൊടുത്തു. ഇച്ചാൻ എനിക്ക് കൊച്ചിന് എന്താ തന്നത് പറ? ഇനി ആകെയുള്ളത് ഈ ഒരു കെട്ടുതാലിയാ. ഇതും വേണോ? എടുത്തോ. വലിയ സഖാവെന്ന് പറഞ്ഞ് നാട് നന്നാക്കാൻ നടക്കുന്നല്ലാതെ എനിക്ക് മാറി കൊടുക്കാൻ ഒരു സാരി ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഓമനിച്ച് വളർത്തുന്ന മോന്റെ സ്കൂൾ ഫീസ് ഇതുവരെ അടച്ചിട്ടില്ല. നീ ഒന്ന് ക്ഷമിക്കേ. എനിക്ക് ഇത്തിരി സമയം എന്താ, ഞാൻ എല്ലാം ശരിയാക്കാം. സമയം 8-10 കൊല്ലായില്ലേ? ഇത്ര സമയം പോരെ? എല്ലാം ശരിയായില്ലേ? നീ കെട്ടും കിടക്കായിട്ട് റോഡിലോട്ട് ഇറങ്ങാം, എന്നിട്ട് തെണ്ട. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? പെങ്ങളെ മാത്രം മതിയായിരുന്നു, പിന്നെ എന്തിനാ എന്നെ കെട്ടിയത്? അവളെ കെട്ടിപ്പിടിച്ചാൽ കിടന്നാ പോരായിരുന്നോ? അനാവശ്യം പറയുന്നു. മനുഷ്യൻ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ അല്ലെങ്കിൽ തന്നെ തല തീ പിടിച്ച് നിൽക്കോ? അപ്പോഴോ കാര്യം പറ. എവിടെയാ മോനെ? രണ്ട് ചെവിയും പൊത്തിക്കൊണ്ട് അപ്പനമ്മച്ചയെ കൊന്നു, അപ്പനമ്മച്ചയെ കൊന്നു എന്ന് എൻ്റെ മോങ്കുട്ടം വിളിച്ചു പറഞ്ഞപ്പോൾ ചങ്ക് തകർന്നു പോയി സാറേ. എൻ്റെ ആന പോയപ്പോൾ എൻ്റെ ബന്ധങ്ങളെല്ലാം അറ്റുപോയി സാറേ.
അങ്ങനെ ഓരോന്നായിട്ട് മുറിഞ്ഞു പോയി. ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളാണെന്നാണ് പറയാറ്. ഒന്നോർത്ത ബന്ധങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സാറേ നല്ല. ഇപ്പോഴാണ് നല്ല. ഇവിടെ ആകുമ്പോൾ ഈ താക്കോലിൻ്റെ ഒരു ബന്ധനം മാത്രമല്ലേ ഉള്ളൂ. മേശ്ശേരി, സർ, ഞാൻ അലക്സിനോട് സന്തോഷ വാർത്തയായിട്ടാണ് വന്നത്. എന്നാ സാറേ? മേശ്ശേരി, നിങ്ങൾക്ക് പരോള് ശരിയായി. മുകളിലൊക്കെ നല്ല പിടിപാടാണല്ലേ? മുകളിലൊന്നും ഒരു പിടിപാടുമില്ല സാറേ. ഉള്ളതാണോ? ഓർഡർ എത്തിയിട്ടുണ്ട്, നാളെ പോവാം. കൃഷ്ണനാരെ, എനിക്ക് പരോളായി കേട്ടോ. മേശനെ, ജയിലിലെ ഗണപതി ഭഗവാൻ ഒരു തേങ്ങ ഉടക്കണേ, നേർച്ചയുള്ളതാണേ. ഓ പിന്നെ എടാ അറിയണ്ടാ, എനിക്ക് പരോളായി. മോനസേ, എടാ കൊട്ടാരം, എടാ അണി, എനിക്ക് പരോളായി. അപ്പൊ നാളെ പോവാം. സാറേ ഉള്ളത് തന്നെയല്ലേ? കളിപ്പിക്കാൻ പറഞ്ഞൊന്നുമല്ലേ? സന്തോഷമായി സാറേ. അലക്സിന്റെ പോലീസ് റിപ്പോർട്ട് അനുകൂലമായത് ഏതായാലും നന്നായി. മേശ്ശേരിയുടെ വിശ്വാസ്യതയും നല്ല നടപ്പും പിന്നെ നമ്മുടെ സപ്പോർട്ട് ഇതിന് തുണയായി. റൈറ്റ്. ആ വിനോദ്, ഫയലുകളൊക്കെ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. നടപടികളെല്ലാം പൂർത്തിയാക്കി അയാളെ വേഗം വിട്ടോളൂ. സാർ, വേജസിന്റെ വിവരങ്ങളെല്ലാം അക്കൗണ്ട്സിലേക്ക് അയച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് പാസ്സാക്കി തുക അലക്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ സാർ. ആ മേശ്ശേരി, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇന്ന് പരോളിറങ്ങും അല്ലേ? നന്ദി. കിളി, മേശ്ശേരിയുടെ സിവിൽ അങ്ങ് എടുത്തു കൊടുക്ക്. സി 101. ആ ഇവിടെ ഒന്ന് ഒപ്പിട്ടേരെ. മേശ്ശേരി, ഓ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. സാറന്മാർ അന്വേഷിക്കല്ലേ? അതിനൊരു ഐഡിയ ഉണ്ട്. വീട്ടിൽ ചെന്നിട്ട് ജയിലറെ വിളിച്ച് ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞാൽ മതി. എത്ര കാലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇനി മതി. അല്ലെങ്കിൽ ആർക്ക് വേണ്ടി എങ്ങനെ സമ്പാദിക്കുന്നേ? ഇതിന് കുറവൊന്നുമില്ലല്ലോ സാർ. ചിലപ്പോ 1-2 കിളികൾ പുറത്തു പോകും. കിളി തിരിച്ചു വന്ന നോർമലാ. ഇപ്പൊ കിളി പുറത്താ അല്ലേടാ? ഒന്ന് എൻ്റെ ഒന്ന് സാറിൻ്റെയും. ഞാൻ പോയച്ചോനുമ്പോ എന്നാ കൊണ്ടുവരണ്ടേ? ഇതുപോലെ റേഞ്ചുള്ള ഒരു മൊബൈൽ കൊണ്ടുത്തരൂ. ചോദിച്ച അബദ്ധമല്ലോ സാറേ. ഇവനോട് സംസാരിച്ച് നിൽക്കാതെ മേശ്ശേരി ചെല്ലാൻ നോക്കും. എന്നാലും അങ്ങനെ ആട്ടെ. ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആഹാ, അലക്സിന്റെ പോലീസ് റിപ്പോർട്ട് അനുകൂലമാണല്ലോ. മേശ്ശേരി, ഇന്നിനി യാത്ര പറയാൻ നിൽക്കണ്ട, ഒക്കോ. സാറേ 4 പേര് കൂടാതെ 5 മെഡിക്കൽ കോളേജ്, 1 ഞാൻ. 10 പേരുടെ എണ്ണം കുറച്ചേക്കണേ. ഓക്കെ, ശരി. നാളെ ആണിക്കും സൽമാനും കേസുള്ളതാ, മറന്നു പോലെ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാ വരട്ടെ. ശരി എന്നാ. സാറേ. ആ അലക്സേ, ഇതാ ഇവിടെ ഒപ്പിട്. എന്താടാ ഇത്തവണ പാട്ടും ബഹളമൊന്നും ഇല്ലേ? ഇല്ല സാറേ. അലക്സേ, ഓ തിരിച്ചു കയറാനുള്ള ഡേറ്റ് മറക്കണ്ട. ഓ. അടുത്ത മാസം 10-ാം തീയതി 5 മണിക്ക് മുൻപ്. പിന്നെ കേസിലൊന്നും പെടാതെ സൂക്ഷിച്ചോണം. ഓ എന്നാ വരട്ടെ സാർ. സാറേ, ഞാൻ അലക്സ് പരോളിൽ ഇറങ്ങിയതാ, ഒപ്പിടാൻ വന്നതാ. പഴയ അടിവാരം കേസ്. ആദ്യത്തെ എസ് ഐ സാറിനെ കണ്ടിട്ട് വാ, എന്നിട്ട് ഒപ്പിടാം. ഓ ഓക്കെ, ഞാൻ വിളിക്കാം. അലക്സ്, ആ ജയിലിലെ നല്ല അടപ്പ് ഇവിടെ നാട്ടിൽ കണ്ടേക്കണം. ഓ വെറും 15 ദിവസം മാത്രമേ ഉള്ളൂ, അറിയാലോ? അറിയാം സാർ. കേസുമായി ബന്ധപ്പെട്ട് ആരുമായിട്ടും യാതൊരു പ്രശ്നം ഉണ്ടാക്കിയേക്കരുത്. ഓ എന്ന് ഒപ്പിട്ട് വയ്ക്കും.
അലക്സേ, നീ എന്താ ഒന്ന് വിളിച്ച് പറയാ പോലും ചെയ്യാണ്ട് വന്നേ? ഇതല്ലേ എൻ്റെ ഒരു ഭംഗി. ഹസീന, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. വാ, കേറി വാ. ഇതാരാന്ന് മനസ്സിലായ എനക്ക്? ഇല്ല, ഇത് നമ്മുടെ അലക്സാടി. ഇക്ക എപ്പോഴും നിങ്ങളെ പറ്റി പറയും. വാ, കേറിയിരിക്കേ. ഇവിടെ ഇരിക്കെ. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ചായ എടുക്കാം. എൻ്റെ ഒരകന്ന ബന്ധത്തിലുള്ളതാ. ബന്ധുക്കളെല്ലാവരും കൂടെ ആലോചിച്ച് പെട്ടെന്ന് അങ്ങോട്ട് നടത്തി. മോള് വാ. ഇവളെ മനസ്സിലായ? പിന്നെ കത്രീനയുടെ അതേ മുഖമല്ലേ അവൾക്ക്. നീ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1. ആഹാ. കത്രീന മരിച്ച പിന്നെ വർഗീസ് മുഴുക്കുടിയനായി. വീട്ടിൽ തന്നെ വാറ്റും കുടിയും. എപ്പോൾ നോക്കിയാലും പോലീസുകാരും എക്സൈസുകാരും. പെങ്കൊച്ച അവിടെ നിർത്തിയാൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി. ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അവൻ്റെ ഈ പ്രവൃത്തി കാരണം മനം തൊന്നിട്ടായിരിക്കും കത്രീന പോയത്. ഇവിടെ വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരും. ഇവളെ കണ്ടിട്ട് തിരിച്ചു പോകും. മോളെ വാ. ഇതൊക്കെ അവളുടെ പണിയാ. അവൾക്ക് വേണ്ടി ഞങ്ങൾ ക്രിസ്മസും ഒക്കെ ആഘോഷിക്കും. വ്യത്യാസകാക്കള്. അതുകൊണ്ട് ഇന്നത്തെ കച്ചവടമൊക്കെ ഞങ്ങൾ പോന്നു. എന്റെ കാലിന് വയ്യാണ്ടായ പിന്നെ കച്ചവടമൊക്കെ ഉമ്മാരാണ് നോക്കണത്. ആ കാലിനിപ്പോ എങ്ങനെയുണ്ട്? നടക്കുമ്പോ നല്ല വേദനയുണ്ട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഒന്ന് കുളിക്കണം. എന്നിട്ട് വേണം മോനെ കാണാൻ പോകാൻ. ആ പടെ 15 ദിവസമേ ഉള്ളൂ. എവിടെ പോണു നീ? ഇവിടെ നിന്നാ മതി. എന്നാ പിന്നെ നമുക്കൊന്ന് കൂടിയാലോ? എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കണം. ബ്രാൻഡിയാക്കാം. ഇങ്ങനെ മതിലില്ലാതെ ആകാശവും നക്ഷത്രവും കണ്ടിട്ട് ഇന്നേക്ക് സൂക്ഷം 8 കൊല്ലമായി. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചാലേ നിങ്ങളെയൊക്കെ പിന്നെയും കാണാൻ പറ്റുള്ളൂ. അതൊക്കെ പോട്ട് സഖാവേ, വിട്ട് മറന്നേളാം. ഇതങ്ങോട്ട് പിടി. വേണ്ട, എനിക്ക് എൻ്റെ മകനെ കാണാനുള്ളതാണ്. ഞാൻ കുടിച്ചു വെച്ച് ചെന്നാലേ അവൻ എന്നോട് ചോദിക്കും, അപ്പനെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് പുറത്തിറക്കിയത് ഇതിനാണോ എന്ന്. പിന്നെ മോനെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് പറഞ്ഞാൽ കുടിക്കുന്നു. വേണ്ടെന്നേ, വേണ്ട കുടിയുന്നു. വേണ്ട വേണ്ട കുടിക്കാൻ അതൊക്കെ പറഞ്ഞു കേട്ടില്ലേ കുടിക്കണ്ടെന്ന്. കുടിച്ചിട്ട് ഇപ്പൊ ജയിലിൽ നിന്ന് പുറത്താക്കും. കുടിച്ചോട്ടെ. എനിക്കെൻ്റെ മോനെ കാണണം. ഇപ്പം കാണും. അവൻ എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. എടാ അലക്സ, നീ കള്ളും വലിച്ചു കയറ്റി വെച്ചു അവനെ കാണാൻ പോകണ്ടാവേ. ഞാൻ അവനോട് പറഞ്ഞോളാം. അവനെ കാണാനുള്ള സന്തോഷത്തിൻ്റെ അവൻ അപ്പനെ ഇത്തിരി കള്ളു കുടിച്ചിട്ടുണ്ടെന്ന്. അവൻ സഹിച്ചോളും. നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ട് വാ, ഇല്ലേ ഞാൻ തനിയെ പോയിക്കോളാം. അവിടെ മുഴുവൻ ആളും ബഹളവും ഒക്കെ ആണല്ലോടാ പോയി. അലക്സേ, അലക്സേ, ഈ ആളും ബഹളത്തിന്റെ ഇടയിൽ നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ടാവൂ. അതിനെന്നാ നീ ഇനിയിപ്പോൾ അവനുമായിട്ട് വഴക്കിനൊന്നും പോണ്ട. വാ, നമുക്കങ്ങ് പോയേക്കാം. നീ വന്ന് വണ്ടി കയറി വാ, പോവാടാ പോയി.
അവിടെ നീ കണ്ടോ? ആ ഇവിടെ ഞാനിപ്പോ ഇവിടെ കണ്ടതാ. ഉള്ളതാ ആ അവൻ ഒറ്റയ്ക്കാണ്. അവന്മാരെല്ലാരും ഉണ്ട്. നിനക്ക് തോന്നിയായിരുന്നു. ഏയ് തോന്നിയൊന്നല്ല. മോളെ, ഉമ്മച്ചനോട് രണ്ട് ചായ എടുക്കാൻ പറ. പറയാം. സംസ്ഥാനത്ത് വീണ്ടും ATM കവർച്ചാ ശ്രമം. കൊറ്റാമം ജംഗ്ഷനിലെ ATMൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. അക്രമിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പൊ ഈ നാട്ടിൽ ഇത് തന്നെയാണ് ഏർപ്പാട്. CCTV ദൃശ്യങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് പരിശോധിച്ചു വരുന്നു. ആക്രമണത്തിനിരയായ സെക്യൂരിറ്റി അതീവ ഗുരുതരാവസ്ഥയിലാണ്. അക്രമിയെ ഉടൻ പിടികൂടുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. എന്തായി ഇന്നലൊന്നും മിണ്ടാത്ത? നിന്റെ പഴയ അഭ്യാസം ഒന്നും ഇറക്കാൻ നോക്കണ്ട. കാശ് കിട്ടണം ഏത് വഴിക്കാണേലും. കേട്ടടാ? ആരെ കാണാനാ? എന്റെ മോനെ കാണാനാ. എന്നാ ഓട്ടാ കുരിപ്പിന്റെ ഇത്തവണ രക്ഷപ്പെട്ടു കളഞ്ഞു. എന്നാ സാറേ എന്നാ പറ്റി? അവൻ ഈ സ്കൂളിലെ സ്റ്റുഡന്റാ. കഞ്ചാവ് വിൽപ്പന പ്രധാനപ്പെട്ട ജോലി. പിടി തരികയില്ല. ഇല്ലെങ്കിൽ അവൻ എന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചേനെ. അതെങ്ങനെയാ? അവന്റെ അപ്പ അമ്മയെ വന്നിട്ട് ജയിലിൽ പോയതല്ലേ? തന്തയും തള്ളയും വളർത്തിയിട്ട് മക്കൾ നന്നാവുന്നില്ല. പിന്നെ ആരില്ലാത്തവർ. എന്തായി പോയിട്ട്? അവനെ കണ്ട? അതവൻ തന്നെയാണോ? ഇനിയിപ്പോൾ അതേപ്പറ്റി ഒന്നും ആലോചിക്കണ്ട. അതുകൊണ്ടാണ് നിന്നോട് അവനെ കാണാൻ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പരോളിൽ ഇറങ്ങിയത് വെറുതെ ആവൂ. അബ്ദുക അടി എന്ന് വെച്ചേ. നീ ആ TV ഒന്നിട്ടെ. ATM ആക്രമണം. CCTV ദൃശ്യങ്ങൾ പുറത്ത്. ആക്രമണത്തിനിരയായ സെക്യൂരിറ്റിക്കാരൻ മരണപ്പെട്ടു. പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈയിടെ പരോളിനിറങ്ങിയ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് വ്യക്തമാക്കി. തുടരന്വേഷണത്തിന് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്ന് DGP. എന്നാടായി കാണണേ? ഇതാരുടെ? അത് മൊബൈൽ സൂക്ഷിച്ചോണം. ബാക്കിയൊക്കെ ഞാൻ വന്നിട്ട് പറയാം. പരോൾ ഇറങ്ങിയിട്ട് നിനക്ക് കൊലപാതകവും മോഷണവും അല്ലടാ. വാടാ. ഞാൻ നിന്റെ അടുത്ത് അന്നേ പറഞ്ഞതാണ്, ഇനി ഒരിക്കൽ കൂടി എന്റെ കയ്യിൽ വന്ന് പെട്ടേക്കരുത്. കേട്ടോ? സാർ, അവൻ എടുത്തിട്ടുണ്ട് സാർ. ഞാൻ ഇപ്പൊ തന്നെ ഹാജരാക്കാം. എന്തൊക്കെയാ ഈ നടക്കുന്നേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ പടച്ചോനെ. സർ, അവനകത്തുണ്ടോ? അകത്തുണ്ട് സാർ. കൈ താഴ്ത്തിയിട്ടോ.
ഡോ അലക്സേ, CCTV ദൃശ്യങ്ങൾ തനിക്ക് എതിരാണല്ലോ. എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനല്ല സാറേ, പിന്നെ ആരാ? ബൈക്കിൽ വന്ന രണ്ടുപേരാ. അതങ്ങനെ താൻ ഉറപ്പിച്ചു പറയും? ഞാൻ കണ്ടതാ. എന്നാ കണ്ടെന്നാ? ബൈക്കിൽ വന്ന രണ്ടുപേര് സെക്യൂരിറ്റി ആക്രമിക്കുന്നത്. ആ ബൈക്കോ അതിൽ വന്നവരോ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? എന്താടോ, കള്ളം പറയാനുള്ള പരിപാടിയാണോ? അല്ല സാർ. പിന്നെ താനല്ലേ പറഞ്ഞോ താൻ ഹെൽമെറ്റ് വലിച്ചൂരിപ്പോൾ അവരുടെ മോൻ കണ്ടെന്ന്? ആ, ചെറുതായിട്ട് കണ്ടു. ചെറുതായിട്ട് കണ്ടു. തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയണം. ഡോ സാർ, ആ സാക്ഷികളെയും വിളിച്ചേ. കേറിക്കോളൂ. ഇയാൾ ആക്രമിച്ച് അവശനാക്കിയ സെക്യൂരിറ്റിയെ നിങ്ങളല്ലേ ആശുപത്രിയിൽ എത്തിച്ചത്? ആശുപത്രിയിൽ എത്തിച്ചത് ഞങ്ങളാ സാർ. പക്ഷേ പറഞ്ഞോ സാർ, ഇയാൾ ആക്രമിക്കുന്ന ഞങ്ങൾ കണ്ടില്ല, പക്ഷേ ഇയാൾ അവിടെ ഉണ്ടായിരുന്നു. ഇയാളെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുണ്ടോ? ഇല്ല സാർ, ആദ്യമായിട്ടാണ്. നിങ്ങളെന്തിനാ ആ വഴി വന്നേ? സാർ, കൊറ്റാമ്മ വഴി പോയാൽ സന്നിധാനത്ത് 2.5 മണിക്കൂർ നേരത്തെ എത്താം, അതുകൊണ്ടാ സാർ. ശരി ശരി വിട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കും കേട്ടോ. ശരി സാർ. ചെല്. ഓ സ്വാമി ശരണം. അലക്സേ, പരോളിലിറങ്ങിയ തടവാനായതുകൊണ്ടാ തൻ്റെ ദൃശ്യം CCTV ക്യാമറ കണ്ടപ്പോൾ ഞങ്ങളുടെ സംശയം ഇരട്ടിച്ച്. ആ സെക്യൂരിറ്റിക്കാരൻ്റെ മരണമൊഴി ഇതുവരെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുവഴി ഒരു ബൈക്ക് പാസ് ചെയ്യുന്ന ദൃശ്യം CCTV കിട്ടിയിട്ടുണ്ട്. അതേ ബൈക്കിൻ്റെ ദൃശ്യം തൊട്ടടുത്ത പെട്രോൾ പമ്പിലും പതിഞ്ഞിട്ടുണ്ട്. അവരാരാണെന്ന് കണ്ടെത്താനായി കഴിഞ്ഞാൽ തനിക്ക് തൽക്കാലം രക്ഷപ്പെടാം. എന്നാ താപ വിട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിപ്പിക്കാം. അലക്സേ, നിന്നെ പോലീസ് കൊണ്ടുപോയി പിന്നെ ഇതിനകത്ത് ഒരുപാട് കോള് വന്നായിരുന്നു. ഞാനെടുത്തില്ല. പക്ഷേ എനിക്കിപ്പോൾ അറിയേണ്ടത് വേറൊരു കാര്യമാണ്. ഇതേപ്പറ്റി നീ ഒന്നും പറഞ്ഞില്ലായിരുന്നു. നിർത്തണേ. ആരാണ് തല്ലിയിട്ടിട്ട് ഒന്ന് ആശുപത്രിക്ക് ആരോ തല്ലിയിട്ടതാ. ഹോസ്പിറ്റലിൽ വിട്ടാ പേടിക്കേണ്ട, സ്വാമിമാരെ അവർ കൊണ്ട് കൊണ്ടുപോയിക്കോളൂ. വണ്ടി. ബൈക്കിലുണ്ടായിരുന്ന രണ്ടുപേരിൽ ഒരാള് ഷൈന, എൻ്റെ മകൻ. പടച്ചോനെ, നീ എന്നെ ഈ പറയണേ. എപ്പോഴും ഈ നമ്പറിൽ നിന്നാ വിളിക്കണേ. എന്നതാ ഫോൺ എടുക്കാത്തെ? വിളിച്ചു മടുത്തു. നിന്റെ വാക്കം കേട്ട് ഇറങ്ങി തിരിച്ചതാ. എല്ലാം ഒപ്പിച്ച് ഫോൺ എടുക്കത്തില്ല. വാർത്ത കണ്ടല്ലോ. ഞാനാകെ വല്ലാത്ത ടെൻഷനില്ല. എല്ലാം പപ്പയോട് പറയാൻ പോവാ. നോക്കിക്കോ, നീ കുടുങ്ങും. നമുക്ക് ആകെയുള്ളൊരു പിടിവള്ളി ഈ മൊബൈലാണ്. ഇതിപ്പോൾ ഏതായാലും കയ്യിലുണ്ട്. CCTV ദൃശ്യങ്ങൾ നോക്കി പോലീസ് എങ്ങനെയെങ്കിലും ബൈക്ക് കണ്ടുപിടിക്കും. അതിനുമുമ്പ് നമുക്ക് ഈ വിളിക്കുന്നയാളെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എൻ്റെ മോൻ കൊലക്കുറ്റത്തിനകത്താവും. അല്ലോ, അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം. ഇതൊക്കെ ഒരുപക്ഷെ അവളുടെ ഒരു തീരുമാനമായിരിക്കും, ആനിയുടെ. അല്ലെങ്കിൽ ഈ മൊബൈൽ നിന്റെ കയ്യിൽ കിട്ടേണ്ട കാര്യമില്ലല്ലോ. നീ ആകെ 10 ദിവസമുള്ളൂ. അത്രയും സമയം കൊണ്ട് എൻ്റെ മോനെ കണ്ടുപിടിക്കണം.